നമസ്കാരം. ഒടുവിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഗുണകരമായ വ്യാപാര ബന്ധമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കരാറിനെ വിശേഷിപ്പിച്ചത്. കരാറിൻ്റെ ചട്ടക്കൂട് സംബന്ധിച്ച സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും പുറത്തിറക്കിയിരിക്കുകയാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന 25% നികുതി അമേരിക്ക ഇതിൻ്റെ ഫലമായി എടുത്തു കളഞ്ഞു. പൊതുവിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നേരത്തെ ചുമത്തിയിരുന്ന ഈ മറ്റൊരു 25% നികുതി, ആ നികുതി 18% കുറയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യൻ നയതന്ത്രത്തിൻ്റെ മഹാവിജയം എന്നാണ് ലോകമാധ്യമങ്ങൾ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. വ്യാപാര രംഗത്ത് മാത്രമല്ല, നയതന്ത്ര രംഗത്തും ഈ കരാറിലൂടെ ഇന്ത്യ വൻ വിജയം നേടിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് വ്യാപാര കരാർ പ്രഖ്യാപിച്ചുകൊണ്ട് US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫീസ് പങ്കുവച്ച ഇന്ത്യൻ ഭൂപടം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാവുകയാണ്. പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന ജമ്മു കാശ്മീരിൻ്റെ ഭാഗമായ പാക് അധീന കശ്മീർ, ചൈന കൈവശം വച്ചിരിക്കുന്ന അക്സായി ചിൻ എന്നിവ ഉൾപ്പെടെയുള്ള ഭൂപടം തന്നെയാണ് ഇതിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റു രാജ്യങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്ന ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങൾ എന്ന രീതിയിൽ ശരിയായ മാപ്പ് തന്നെ അമേരിക്കൻ ഭരണകൂടം പ്രസിദ്ധീകരിച്ചത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സാധാരണ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം ഭൂപ്രദേശങ്ങളെ തർക്കപ്രദേശങ്ങളായി അടയാളപ്പെടുത്താറുണ്ട്. എന്നാൽ ഈ പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ പരമാധികാരം അംഗീകരിച്ചുകൊണ്ടുള്ളതാണ് ഇപ്പോഴത്തെ അമേരിക്കൻ നടപടി. 2020 ജമ്മു കാശ്മീരിനെയും ലഡാക്കിൻ്റെ ഭാഗങ്ങളെയും സർക്രീക്കിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ അവരുടെ ഭൂപടം അംഗീകരിച്ചിരുന്നു. ചൈനയും അരുണാചൽ പ്രദേശ് അടക്കമുള്ള ഇന്ത്യൻ മേഖലകൾക്ക് മേൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു. അരുണാചൽ പ്രദേശിനെയും അക്സായി ചിനിനെയും ഉൾപ്പെടുത്തി ചൈന 2023 മാപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ ഈ നീക്കങ്ങളെ ശക്തമായി എതിർത്തിരുന്നതാണ്. ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമെന്നാണ് ഇന്ത്യ ഈ നീക്കങ്ങളെ അന്ന് വിശേഷിപ്പിച്ചത്. കൂടാതെ പാക് അധീന കശ്മീരിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ കർശന നിലപാട് സ്വീകരിക്കുകയാണ്. POK ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വേണ്ടി വന്നാൽ ബലപ്രയോഗത്തിലൂടെ ഇന്ത്യ POK തിരിച്ചു പിടിച്ചേക്കാമെന്ന ഭയം അതിപ്പോൾ പാകിസ്ഥാനുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ശരിയായ ഭൂപടം അമേരിക്ക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അന്തിമ വ്യാപാര കരാറിൽ എത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള ചട്ടക്കൂടിനാണ് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും രൂപം നൽകിയിരിക്കുന്നത്. ഇതോടെ മാസങ്ങൾ നീണ്ടുനിന്ന വ്യാപാര യുദ്ധത്തിനാണ് അന്ത്യമാകുന്നത്. 25% നികുതിയാണ് അമേരിക്ക ആദ്യം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയത്. റഷ്യയുടെ എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ മറ്റൊരു 25% നികുതി കൂടി പിന്നീട് പ്രഖ്യാപിക്കുകയായിരുന്നു. 50% നികുതി പ്രഖ്യാപിച്ചതോടെ ഇന്ത്യയുടെ കയറ്റുമതി മേഖല സമ്മർദ്ദത്തിലായിരുന്നു. എന്നാൽ അമേരിക്കയുടെ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ മറ്റ് മാർഗങ്ങൾ തുറക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ വിജയിച്ചതോടെ അമേരിക്ക വഴങ്ങുകയായിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.